ശ്രീ വി ഡി സതീശൻ, താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ പക്കൽ എന്തൊക്കെ വിവരങ്ങളാണുള്ളത് അർജുനുമായി ബന്ധപ്പെട്ട്? ഞാൻ രാവിലെ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചു. അദ്ദേഹമാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്, രക്ഷാപ്രവർത്തനങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്നത്, സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. 2-3 തടസ്സങ്ങളാണുള്ളത്. ഒന്ന്, പ്രതികൂലമായ കാലാവസ്ഥ, മഴയുണ്ട്. രണ്ടാമത് കനത്ത മഴയാണ്. രണ്ടാമത് ഈ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശമാണിത്. അത് രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്കിടയ്ക്ക് അത് തടസ്സം ആകുന്നുണ്ട്. പിന്നെ ഏറ്റവും ആധുനികമായ എക്യുപ്മെന്റ്സ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തടസ്സമുണ്ട്. ഈ 3 തടസ്സങ്ങളുണ്ട്. എങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും. അദ്ദേഹത്തിന്റെ ഓഫീസ് നമ്മളെ കൃത്യമായിട്ട് വിവരങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം ഒരു മലയാളിയാണ് ഉള്ളത്, ബാക്കിയുള്ളത് അവിടെയുള്ളവരാണ് അവിടെ പെട്ടുപോയിരിക്കുന്നത് എന്നാണ്. അവിടുത്തെ ഗവൺമെന്റിനുള്ള വിവരം അത് തന്നെയാണ്, നമുക്കും കിട്ടിയിരിക്കുന്ന വിവരം അത് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഓഫീസുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോ കുടുംബം ചില പരാതികൾ വന്നായിരിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞു, ചില സ്ഥലത്ത് നിന്ന് NDRFന്റെ സംഘം മാറി നിൽക്കുന്നു, അവര് റിപ്പോർട്ട് കിട്ടിയ അനുസരിച്ചുള്ള സ്ഥലത്ത് അവർ പരിശോധന നടത്തുന്നില്ല എന്നുള്ള ഒരു പരാതി വന്നു. അതുകൂടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അതായത് ഇപ്പം ഇന്നലെ രാത്രി വരെ ശ്രീ വി ഡി സതീശൻ, ഇന്നലെ രാത്രി വരെ ആ ലോറിയുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ലോറി കമ്പനി ഭാരത് ബെൻസ് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ടൈമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയേ ഉണ്ട്. ഈ അവിടുത്തെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ. കാരണം അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നവും ഈ മണ്ണിടിച്ചിലിന്റെ ഭീഷണിയും കനത്ത മഴയുമാണ് ഇതിന്റെ പ്രതികൂല ഘടകമായി നിൽക്കുന്നത്. അപ്പൊ അതിനെ മറികടന്നുകൊണ്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ന് രാവിലെ കുറെ കൂടി ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ ഗവൺമെന്റിന്റെ എല്ലാ ശ്രദ്ധയും അവിടെ ഉണ്ട്. അവർ നോക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മളും കിട്ടുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ വി ഡി സതീശൻ സംസാരിച്ചതിന്.